بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. وألبسه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ധരിപ്പിച്ചു. വസ്ത്രം പോലുള്ള സാധനങ്ങളെ ശരീരത്തിൽ ഇട്ടുകൊടുക്കലിനാണ് ധരിപ്പിക്കുക എന്ന് പറയല് നമ്മൾ സാധാരണ. ഇവിടെ ഭംഗിയെ ധരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഭംഗിനെ ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭംഗിയെ ഒരു വസ്ത്രത്തിന്റെ സ്ഥാനത്താക്കിയപ്പോൾ അതിനോട് യോജിച്ച പ്രയോഗം ധരിപ്പിച്ചു എന്നാണ്. അതിനെ ധരിപ്പിക്കാനാണ് എന്ത് പറഞ്ഞത്? അൽബസഹു എന്ന് പറഞ്ഞു. മൗലവിമാരുടെ ഭാഷയിൽ പറഞ്ഞാല് തർശീഹ് എന്ന് പറഞ്ഞു. ഖിൽഅത്ത് എന്നാണ് ജമാലിനെ, മുത്തുനബിയുടെ ജമാൽ, ഭംഗി, ആ ഭംഗിയെ ഒരു ഖിൽഅത്തിനോട് സാമ്യമാക്കിയപ്പോ, തുല്യമാക്കിയപ്പോ ആ ഖിൽഅത്ത് നൽകുമ്പോ ഖിൽഅത്ത് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ധരിപ്പിക്കുന്ന വസ്ത്രം എന്നാണല്ലോ. രാജാക്കന്മാർ നമ്മളെന്തായാലും ഇന്നലെ പറഞ്ഞത് സമ്മാനമായി ശരീരത്തിൽ നിന്ന് ഊരി മറ്റൊരാളെ ശരീരത്തിൽ ധരിപ്പിക്കുക. ഇത് അറബി ഭാഷയിലെ ഡിക്ഷണറികളിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആശയമാണ്. സുബ്ഹാനല്ലാഹ്, മലിക്കുൽ മുളഫർ രാജാവിന്റെ മൗലിദ് സദസ്സ് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വേർഡ് കാണാം, ഇങ്ങനെ ഒരു പദം കാണാം. ആലിമീങ്ങള്, സൂഫിയാക്കള്, ഔലിയാക്കള് ആയിരക്കണക്കിന് പങ്കെടുത്ത ആ മജ്ലിസിൽ അവരോടുകൂടെ രാജാവായ മുളഫർ രാജാവും പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഉദ്ധരിക്കുന്ന ഇബ്നു കസീറും അതുപോലെ തന്നെ ഇബ്നു ജൗസിയും അടങ്ങുന്ന, ഞാൻ അവരെ പ്രത്യേകം പറഞ്ഞത് അവർ വല്ലാതെ വിദ്യാർത്ഥികാർ അവരെ പൊക്കിപ്പറയുന്നവരായതുകൊണ്ടാണ്. അല്ലാതെ ഇബ്നു കസീറോ ഇബ്നു ജൗസിയോ വിദ്യാർത്ഥികാരായതുകൊണ്ട് അല്ല. അവരെ പൊക്കിപ്പറയുന്ന പദാവാഹകരാണെന്ന് എഴുതിയ ആളാണ് ഇബ്നു കസീറൊക്കെ. അങ്ങനത്തെവരൊക്കെ എല്ലാവരും ഉദ്ധരിച്ചപ്പോ 10-20ഓളം ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആശയമാണ് ഈ ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ മുമ്പിൽ രാജാവും മൗലിദിന് പങ്കെടുക്കും. ഇത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതും 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല. മുത്തുനബിന്റെ പേരിൽ ഗദ്യമായും പദ്യമായും രാത്രി മുഴുവനും 3 ദിവസം നീണ്ടു നിൽക്കുന്ന മൗലിദിലെ പ്രധാന ദിവസം രാജാവും പങ്കെടുത്തുകൊണ്ടുള്ള മൗലിദായിരുന്നു എന്നും ആ മൗലിദിന്റെ ഇടയിൽ രാജാവ് അതിൽ പങ്കെടുക്കുമെന്നും ആ പങ്കെടുക്കുമ്പോൾ ഫയഖ്ലൗ അലൈഹിം എന്നൊരു വാക്ക് കാണാം. അതിനെ വഹാബികൾ കൊടുക്കുന്ന അർത്ഥം അദ്ദേഹം നഗ്നനായി നൃത്തം വെക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബത്തിന്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ശരീരത്തിന് ചെറിയ ആട്ടം സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, അത് അനുവദനീയവുമാണ്. അതിനെ എതിർത്തത് ബിദ്അത്തുകാർ മാത്രമാണ്, അല്ലെങ്കിൽ ചില്ലറ മദ്ഹബിൽ പരിഗണിക്കപ്പെടാൻ പറ്റാത്തവർ മാത്രമാണ്. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും ദിക്ർ ചൊല്ലുമ്പോൾ അത് നബി തങ്ങളുടെ മദ്ഹായ ദിക്റായാലും വേണ്ടിയില്ല, ഏത് ദിക്ർ ചൊല്ലിയാലും അതിലങ്ങ് ആകൃഷ്ടരായാൽ അവർ യതമായലൂൻ, അവർ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടിരിക്കും.
മരത്തിന് കാറ്റ് പിടിച്ച പോലെ എന്ന് ഹദീസിൽ കാണാം. അബൂ നുഐം തങ്ങൾ ഹില്യത്തുൽ ഔലിയായിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ദിക്റിലെ ആട്ടത്തിന് ഇമാമിയങ്ങൾ ഇത് തെളിവ് പറഞ്ഞിട്ടുണ്ട്. ദിക്റായി ചെല്ലുമ്പോൾ സ്വാഭാവികമായി ദിക്റിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ദിക്ർ ചെല്ലപ്പെടുന്ന മദ്കൂറായ അള്ളാഹുലേക്ക് മാത്രം ചിന്തിച്ച് ദിക്ർ നീ ഒന്ന് ചൊല്ലി നോക്ക്. അങ്ങനെ ഒന്ന് ചൊല്ലി നോക്ക്. 4 ഭാഗത്തേക്കും നോക്കാതെ, എവിടേക്കും മനസ്സുകൊണ്ട് നോക്കാതെ, മനസ്സിൽ അള്ളാഹുവിനെ മാത്രം നിർത്തി ഒന്ന് ദിക്ർ ചൊല്ലി നോക്ക്. ഇളകും. ഇരുന്നോടത്തുണ്ടാവില്ല, കുറച്ച് കണ്ണും ചിമ്മിയിട്ട് അങ്ങ് ചെല്ല്. അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ യുഖാല ഇന്നകും മജാനീൻ. ഹദീസിലുള്ളതല്ലേ. ദിക്ർ ചൊല്ലിയാൽ അങ്ങ് അതിൽ ആകൃഷ്ടരായാൽ അവരെ മജ്നൂൻ, ഭ്രാന്തനാണോ എന്ന് തോന്നിപ്പോകുന്നതാണ്. ഇത് ഹദീസിൽ പറഞ്ഞതല്ലേ. സ്വഹാബത്ത് ദിക്ർ ചൊല്ലുമ്പോൾ മരത്തിന് കാറ്റ് പിടിച്ച പോലെ ആടിയിരുന്നു എന്ന് ഹദീസിലുള്ളതല്ലേ. അബൂ നുഐം റിപ്പോർട്ട് ചെയ്തതല്ലേ ഹില്യത്തുൽ ഔലിയായിൽ. അങ്ങനെ മുത്തുനബിന്റെ മദീ കേൾക്കുമ്പോൾ ചാഞ്ഞും ചെരിഞ്ഞും ഉള്ളൊരവസ്ഥ സ്വാലിഹീങ്ങൾക്കുണ്ടാകുമെന്ന് അബ്ദുല്ലാഹിൽ യാഫി തങ്ങളടക്കമുള്ള സ്വാലിഹീങ്ങൾ ഇമാമിയങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. يرنحني إليك الشوق حتى أميل من اليمين إلى الشمال. അല്ലാഹുവേ, ഞാൻ നിനക്ക് ദിക്ർ ചെല്ലുമ്പോൾ ഞാൻ അതിൽ ആകൃഷ്ടനായിട്ട് അത്താ അമീല മിനൽ യമീനി ഇല ശിമാലി, ഞാൻ വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്ക് ചാഞ്ഞു പോകുന്നു. ഇമാം അബ്ദുറഹീമുൽ ബർഈ തങ്ങൾ ഉദ്ധരിക്കുന്ന ഖസീദയിൽ കാണാം, നസീമുൽ വസീൽ എന്ന് പറയുന്ന ഖസീദയിൽ കാണാം. പ്രസിദ്ധ ഖസീദയാണ്, പല ഭാഗത്തുമുള്ള ആലിമീങ്ങൾക്ക് അറിയുന്നതാണ്. അബ്ദുറഹീമുൽ ബർഈ അള്ളാഹുവിന്റെ ആശിഖായിരുന്നു, മുത്തുനബിയുടെ ആശിഖായിരുന്നു. അവരുടെ ഖസീദയിൽ കാണാം, ഫമാലത്ത് അൻഹുമുൽ അനാഖു മൈലാ لأن قلوبهم ملئت ورما. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ ദാക്കിരീങ്ങൾക്ക് അങ്ങും ഇങ്ങും ചിന്തയില്ലാതെ വെറും അള്ളാഹുവിൽ മാത്രം മനസ്സ് നട്ട് ചെല്ലുന്ന ദാക്കിരീങ്ങൾക്ക് അവരുടെ അവസ്ഥ എന്താണ്? ഫമാലത്ത് അന്നുമുൽ അനാഖു, അവരുടെ കഴുത്ത് ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ട് മരിക്കും. ലിഅന്ന ഖുലൂബഹും മുലിഅത് വറാമാ, കാരണം അവരുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള മഹബത്ത് കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ മാത്രം പാടുന്ന പാട്ടല്ല, ഷാദുലി ഹൽക്കയിൽ മാത്രം പാടുന്ന പാട്ടല്ല. ഇത് എല്ലാവർക്കും അറിയുന്ന ഖസീദയാണ്. മക്കയിലെ അബുൽ ഫത്താഹ് അമീനു എന്ന് പറയുന്ന ഡമസ്കസിലെ ഹലബിൽ താമസക്കാരനായ ഒരു മഹാനുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് ഞാൻ അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ നസീമുൽ വസീൽ എന്ന ഖസീദ ഞാൻ ചൊല്ലിയപ്പോൾ, ഈ വരി എത്തിയപ്പോൾ ഞാൻ ഇവിടുന്ന് പഠിച്ച വരി ഫമാനത്ത് അൻഹുമുൽ അഗ്സാനു മൈല ലിഅന്ന ഖുലൂബഹും മുലിഅത് വറാമ എന്നാണ് ഞാൻ കണ്ടത്. നമുക്കൊരാളുടെ വരികൾ മാറ്റാൻ അവകാശമില്ലല്ലോ. എനിക്ക് അന്നേ ആ ഖസീദ, ആ വരിയിൽ ഇത് ഇങ്ങനെ ആകാൻ സാധ്യതയില്ല ഇന്നിങ്ങനെ എൻ്റെ മനസ്സ് പറയാറുണ്ട്. കാരണം അതിൻ്റെ അർത്ഥം എന്താ? ഫമാലത്ത് അൻഹും, ദിക്ർ ചെല്ലുന്നവരെ തൊട്ട് ആടിപ്പോകുന്നു. അല്ല അൽ അഗ്സാനു, കൊമ്പുകൾ ആടുന്നു എന്നാണ്. മൈലൻ, എന്തൊരു ആട്ടമാണ് ആടുന്നത്, കൊമ്പുകൾ ആടുന്നു എന്നാണ്. അതിന് ഷാദുലിയാക്കളിൽപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കൊമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈകാലുകളാണ്. കാലാടല് നിന്നാലൊക്കെ ആടിക്കൂടായില്ല. കൈകാലുകളും തലകളുമാണ് കൊമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അത് വളരെ ദൂരമാണ്.
ആ പറഞ്ഞ ആശയം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. മലബാറിൽ അടിക്കപ്പെടുന്ന ഷാദുലി ഏടുകളിലൊക്കെയുള്ളത് ഫമാലത്ത് അന്നുമുൽ അഗ്സാനു എന്നാണ്. അപ്പൊ ഞാനിത് അബ്ദുൽ ഫത്താഹ് അമീനു എന്നവർക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ അദ്ദേഹം ഇവിടെ എത്തി ഫമാലത്ത് അന്നുമുൽ അഗ്സാനു എന്ന് ചൊല്ലിയപ്പോൾ അദ്ദേഹം പറയാണ് ലാ 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 ലാ, അങ്ങനെയല്ല, ഫമാലത്ത് അൻഹുമുൽ അഅനാഖു എന്ന് ചൊല്ല് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് കാണാതെ അറിയുന്ന ബെയ്ത്താണ്. അപ്പൊ ആ ബെയ്ത്ത് ആരുടേതാണെന്ന് ഷാദുലി ഏടുകളിൽ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു ലിമൻ ഹാദിഹിൽ ഖസീദ, ആരുടെ ഖസീദയാണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലി അബ്ദുറഹീം അൽ ബറഈ. അബ്ദുറഹീം അൽ ബറഈ എനിക്കറിയാം, മാത്രമല്ല അവരുടെ ദീവാനും എൻ്റെ കയ്യിലുണ്ട്. ഫമാലത്ത് അൻഹുമുൽ അഅനാഖു മൈല. അപ്പോ ദിക്റിൽ ആടുക എന്നുള്ളത് ദിക്റിന്റെ സ്വഭാവമാണ്. അങ്ങനെ മുത്തുനബിന്റെ മദ് കേൾക്കുമ്പോൾ ആടിയതായി, സാലിഹ്യങ്ങൾ ആടിയതായി ഹദീസിൽ കാണാം. ദിക്ർ ചൊല്ലുമ്പോൾ ആടിയതായി കാണാം. മുത്തുനബിയെ തന്നെ അങ്ങനെ മനാമിൽ കണ്ട സംഭവം ബൂസീരി ഇമാമിന്റെ ചരിത്രത്തിൽ ഉദ്ധരിക്കുന്ന ചരിത്രം പറയുന്ന സ്ഥലത്തൊക്കെ പറയുന്നുണ്ട്. ബുർദയുടെ തുടക്കത്തിൽ ബുർദയെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ആ സ്ഥലത്തെല്ലാം കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമായല ഈ ഇത് മുത്തുനബിന്റെ മദ് കേട്ട് ഇങ്ങനെ ആടുകയാണ്. ആടുന്നത് കണ്ടു എന്ന് ചരിത്രകാരന്മാരൊക്കെ ഉദ്ധരിക്കുന്നു. ഞാനത് തെളിവായി പറയുകയല്ല, ഈനാസിന് വേണ്ടി പറഞ്ഞതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ മനസ്സിലാക്കാൻ മാത്രം അതിലുണ്ട് എന്നർത്ഥം, അല്ലാതെ രേഖയായി പറഞ്ഞതല്ല. അപ്പോൾ മുത്തുനബിന്റെ മദീന മജ്ലിസിലേക്ക് മുളഫർ രാജാവ് ഇറങ്ങുകയും ആ ദിക്റിന്റെ കൂടെ ആടുകയും ഫയഖലു അലൈഹിം, ആ പണ്ഡിതന്മാർക്കെല്ലാം ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർക്കെല്ലാം സമ്മാനം നൽകുകയും ചെയ്യുമായിരുന്നു. മദ് പാടിയവർക്ക് സമ്മാനം നൽകൽ മുത്തുനബിന്റെ സ്വഭാവമാണല്ലോ. ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സുനനുൽ കുബറയുടെ 10-ാം വാള്യത്തിൽ കാണാം. ഇവിടെയുണ്ട് കിതാബ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ മദ് ചൊല്ലി കുറെ അങ്ങെത്തിയപ്പോൾ 55ഓളം വരികളുള്ള വ്യത്യസ്ത റിപ്പോർട്ടുകളുള്ള ആ ഖസീദ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഖസീദയാണ്. ആ ഖസീദ അറിയാത്ത വഹാബികളില്ല. അവർ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി അത് പഠിക്കുന്നതാണ്. നമ്മൾ തബറുക്കിനു വേണ്ടി, ഭാഷയ്ക്കും വേണ്ടി, എല്ലാത്തിനും വേണ്ടി അത് ഖുർആൻ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ആ ഖസീദയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മുഹമ്മദുൻ അങ്ങനെ അങ്ങനെ إن الرسول على سيف يستضاع به مهند من سيوف الله مسلول. എന്തൊരു നല്ല വരികളാണ് തമ്പുരാനെ. ഇന്ന റസൂല ലസൈഫുൻ, ഇന്ന റസൂല നിലപാടി തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലസൈഫുൻ, അവിടുന്ന് ഒരു വലിയ ആശ്ചര്യമുള്ള വാളിനോട് തുല്യമാണ്. ഇസ്തദാഉ ബിഹി, ആ വാളുകൊണ്ട് ഇവിടെ ഹിറ്റ്ലറെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമികളെ പോലെ ഇരുളുണ്ടാക്കിയ വാളല്ല, അതൊരു ആളെ കൊല്ലാനുള്ള വാളല്ല, മറിച്ച് ഇസ്തദാഉ ബിഹി, ആ വാളുകൊണ്ട് ഇവിടെ പ്രകാശമുണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനത്തെ ചില വാളുകളുണ്ടല്ലോ, അങ്ങനത്തെ വാളാണ്. അസത്യത്തിനെതിരെ പൊരുതിയ വാളാണ് ആ വാള്, ഇരുളിനെതിരെ പൊരുതിയ വാളാണ് ആ വാള്. ഒരാളെ കൊല്ലാനുള്ള വാളല്ല അത്.
ഇസ്തലാഉ ബിഹി മുഹന്നദുൻ, ഇന്ത്യയിൽ നിർമ്മിച്ച വാളാണത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പല സാധനങ്ങളും അറേബ്യൻ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യാറുണ്ടായിരുന്നു. ഇംറു ഖൈസിന്റെ ഖസീദയിലൊക്കെ നമ്മുടെ നാട്ടിലെ മാത്രം ഉള്ള ചെടിയായ കുരുമുളക്, അതിനെ സംബന്ധിച്ച് ചർച്ച കാണാം. അയാൾ എങ്ങനെയാ അതറിഞ്ഞ്? അതന്ന് കയറ്റുമതിയുണ്ട്. പക്ഷെ അന്ന് നേരിട്ട് അമേരിക്കയിലേക്കൊന്നും നേരെ വഴിയില്ല. അന്ന് അറേബ്യയിൽ ചെന്നിട്ടാണ് മറ്റു നാടുകളിലേക്ക്, മറ്റു പല നാടുകളിലേക്കും സാധനങ്ങൾ എത്തുക. അതുകൊണ്ട് തന്നെ പുളിങ്ങ എന്നതിനിക്ക് ഇംഗ്ലീഷിൽ പറയലെന്താ? തമ്രിറ്റ് എന്നല്ലേ? അതെന്താ സാധനം? അറബിയാണ്. തമ്രുൽ ഹിന്ദി എന്നാണ് അറബികൾ പുളിങ്ങക്ക് പറയല്. പുളിങ്ങ എന്ന് പറഞ്ഞാൽ തമ്രുൽ ഹിന്ദി, ഇന്ത്യൻ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക എന്നർത്ഥം. അതിനെ തമ്രിറ്റാക്കിയതാ, തമ്രിന്റ്. അതിനെ അങ്ങനെ പറഞ്ഞു, കുറച്ചു നേരം പറഞ്ഞു നോക്കിയുണ്ട്. അപ്പൊ തമ്രിറ്റാവോ? അങ്ങനെ ഇംഗ്ലീഷ് പദങ്ങളിലേക്ക് കുറെ പദങ്ങളെ അറബിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളെ നാട്ടിലത്തെ സാധനങ്ങളെ പേര് അങ്ങനെ കലർന്നു പോയിട്ടുണ്ട്. അങ്ങനെ മുഹന്നദുൻ, അന്ന് കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്ന വാള് പല നാടിലേക്കും, കരുവാന്മാരെന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിക്കാർ എന്നാൽ, ഇരുമ്പ് പണിക്കാരിൽ അത്യുന്നതരായ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്ന നാടായതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത് എന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നവരെ എഴുത്തുകളിൽ കാണാം. അവിടെ നല്ല വാളുകൾ നിർമ്മിക്കുമായിരുന്നു. ആ വാള് കയറ്റുമതി ചെയ്യപ്പെട്ടതുകൊണ്ട് വാളിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന വാള് മുഹന്നദായ വാളാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച വാളാണ്. മുഹന്നദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിച്ചത്. മുഹന്നദും മിൻ സിയൂഫില്ലാ, അത് അള്ളാഹു നൽകിയതായ വാള്. മസ്ലൂലു, അത് ഉറയിലിടുന്ന പ്രശ്നമില്ല. ആ സത്യം ഖിയാമത്ത് നാൾ വരെ ഇവിടെ തുറന്നു പറയും. ആരുടെ മുമ്പിലും ഗൗരവത്തിൽ ആ സത്യം തുറന്നു പറയപ്പെടാതെ ഇവിടെ സൂര്യൻ, ഇവിടെ ലോകം നശിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു വാളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ തോളിൽ കടന്നിരുന്ന, അവിടുത്തെ തോളിൽ കടന്നിരുന്ന ഷാള് എടുത്തിട്ട് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിനെ ധരിപ്പിച്ചു എന്ന് ഹദീസിൽ കാണാം. ഇത് എത്രയോ കിതാബുകളിലുണ്ട്. ഈ സ്വഭാവം മുത്ത് റസൂലുള്ളാഹിനെ മദ്ഹ് പാടുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുക, അതുപോലെ ഷാളണിയിക്കുക എന്നതൊക്കെ മുൻകാലത്തെ മുത്ത് റസൂലുള്ളാഹിന്റെ കാലത്തെ ചെയ്തു പോകുന്ന സംഗതിയാണ്. അതാണ് ഖലാ അലൈഹിം എന്ന് പറയുന്നത്. ഫയഖ്ലഉ അലൈഹിം, അവരിലേക്ക് അദ്ദേഹം അവരിലേക്ക് സമ്മാനങ്ങൾ അർപ്പിക്കും എന്ന പദത്തിന് അർത്ഥം വെച്ചത് എന്താ? മൗലവി ആടിക്കളിച്ച് ഡ്രസ്സുകൾ ഊരി ആളുടെയിൽ നഗ്നനായി നൃത്തം വെക്കുന്ന ഖലാ അലൈഹി എന്ന് പറഞ്ഞാലേ ഡ്രസ് ഊരിയാ മതി. ഊരണതൊക്കെ നഗ്നനാവലല്ല. ഉപ്പായ ഊരിച്ചിട്ട് നഗ്നനാവും. ഷാള് എടുത്തുകൊണ്ട് നഗ്നനാവും. ഇത് നഗ്നനായി. ഇത് മൗലവിയുടെ അർത്ഥാണ്, അറബി അർത്ഥമല്ല. കാണ്ടമാതിരി അർത്ഥം വെക്കുക. അതിന് മാത്രം ഒരു ക്ലാസ് എടുക്കണം. തമ്മാടിത്തരം പറഞ്ഞ ഹദീസിനെയും ആയത്തിനെയും എന്തെല്ലാം തമ്മാടിത്തര രൂപത്തിലാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അറബി അറിയാത്ത മണ്ടന്മാർ, അറബി എന്താണെന്ന് അറിയാത്ത മണ്ടന്മാർ. പേര് അഫ്ളലുൽ ഉലമ. ചിലവരെ പേര് കേട്ടാല്, ചില പേര് കേട്ടാല് ബാബുസാ പറഞ്ഞ മാതിരി ജാമ്യയിലെ പ്രിൻസിപ്പാളാന്ന് തോന്നുന്നു. നോക്കിയ വല്ല കൊരങ്ങനോ അല്ലെങ്കിൽ വല്ല ഓന്തോ എന്തെങ്കിലും ആയിരിക്കും. മുസലാഹ് എന്ന ഓന്തിന് പറയാം. പേരാട്ടാ തോന്നുമ്പോ തബറുക്കിന്റെ പേരാണ്, നൂറുദ്ദീൻ ശേഖിന്റെ പേര് കുട്ടിയാന്ന് തോന്നുന്നു. മുസലാഹ് എന്നാട്ട ഓന്തിന്റെ പേരാ.
എന്താ അഫ്ളലുൽ ഉലമ? അറബിയെ സംബന്ധിച്ച് അതിന്റെ ആഴത്തിൽ പഠിച്ച ഒരൊറ്റ ഒന്നായില്ല. ഇപ്പോഴില്ല എന്ന് ഞാൻ പറഞ്ഞു, മുമ്പുണ്ടായിരുന്നു. അറബിയെ പഠിച്ച ആളുകൾ അബൂ ലൈല പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഖസീദകൾ ഈ സമൂഹത്തിന്റെ എതിരിൽ, ഈ മഹാന്മാരുടെ എതിരിൽ അവർ ചെലവഴിച്ചതും എനിക്കറിയാം. ഞാനതിലേക്ക് പോകുന്നില്ല. അങ്ങനത്തെ ശായരികളെ സംബന്ധിച്ച് ഖുർആൻ വളരെ ഗൗരവപൂർവ്വം പേടിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അശ്ശുഅറാഉ യത്തബിഉൽ ഗാവൂൻ. നല്ല കവിത അറിയുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അബൂ ലൈല അതിൽപ്പെട്ട ആളാണ്. അയാളുടെ ഖസീദ ഞാൻ വായിച്ചിട്ടുണ്ട്, നീണ്ട ഖസീദ. തിരൂരങ്ങാടിയെ സംബന്ധിച്ച് അയാൾ എന്തെല്ലാം പാടിയത്. തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള ഒരു നാടാണ്. മഹാന്മാരുടെ നൂറുകണക്കിന് ഔലിയാക്കളുടെയും സാദാത്തുക്കളുടെയും കേന്ദ്രമാണ് ആ തിരൂരങ്ങാടിയെ സംബന്ധിച്ച്. അയാൾ പാടിയ പാട്ട് കണ്ടാൽ അല്ലാഹ്, എന്താണ് തമ്പുരാനെ, അയാളെ തിരൂരങ്ങാടി ഒരു പള്ളിയിൽ ജോലിക്കാക്കി വഹാബികൾ. അങ്ങനെ അയാളെ പിരിച്ചുവിട്ടു. അപ്പൊ അയാൾക്ക് തിരൂരങ്ങാടിനോട് ദേഷ്യമായി. അപ്പൊ തിരൂരങ്ങാടിനെ പറ്റിയൊരു പാട്ടാണ് പാടി. വൈലല്ലി അഹ്ലി തിരൂരങ്ങാടി ആവാഹ വൈലല്ലി മല്ലല്ല ഔറാമ സുഖനാ. തിരൂരങ്ങാടിക്ക് എല്ലാ കേടും വരട്ടെ, തിരൂരങ്ങാടിയിൽ നിൽക്കുന്നവർക്കും കേട് വരട്ടെ, തിരൂരങ്ങാടിയിൽ ഉദ്ദേശിച്ചവർക്കും കേട് വരട്ടെ. അയാൾ പറഞ്ഞതാണ് മാതാ ജനൈതു മിനൽ അസാമി ഫി ഉംരി അത്താഉ അദബ ഫി ദുനിയാ ബിസുഖനാ. 2 കൊല്ലം ഞാൻ അവിടെ നിൽക്കാൻ ഞാൻ എന്ത് തെറ്റാണ് അല്ലാഹുവേ ചെയ്തത്? ഇത്രയും വലിയ കുറ്റം ചെയ്തതിന് ശിക്ഷിച്ച പോലെ ഉണ്ടല്ലോ 2 കൊല്ലം ഞാൻ അവിടെ നിന്നത്. അവിടുത്തെ ചോറും ഇവൻ തിന്ന് അവിടുത്തെ എല്ലാം സാപ്പിട്ടാണ് മൂപ്പര് പറയാണ് 2 കൊല്ലം നിന്നത് എനിക്ക് വലിയ ശിക്ഷയായി പോയി. അതിന് പറ്റിയ തെറ്റ് ഞാൻ എന്താണ് ചെയ്തത്? അല്ലാഹുൽ മകാരിമ മിൻ അഖ്ലാഖിഹിം ഫഗദൗ ലിൽബുഹ്മി അശ്ബാ. ഒരു കൂട്ടം ആളുകളാണ് തിരൂരങ്ങാടിയിലുള്ളത്. തിരൂരങ്ങാടിയിൽ ചില ആൾക്കാരെന്ന് പറഞ്ഞുണ്ടാവില്ല, തിരൂരങ്ങാടിക്കാരും മുഴുവനും അവരുടെ സ്വഭാവത്തിൽ നിന്ന് സൽഗുണങ്ങൾ അല്ലാഹു തആല ഊരിക്കളഞ്ഞിരിക്കുന്നു. മൃഗതുല്യരായ ആളുകളാണ് തിരൂരങ്ങാടിയിലുള്ളത്. എന്നിട്ട് പറഞ്ഞ് എവിടെത്തി നിറയാള്? സമൂദ് ഗോത്രക്കാരെ അല്ലാഹു നശിപ്പിച്ചു, ആദ് ഗോത്രക്കാരെ അല്ലാഹു നശിപ്പിച്ചു. അന്ന് അല്ലാഹു തിരൂരങ്ങാടി കണ്ടിട്ടില്ലേ നശിപ്പിക്കാനെന്ന്? ആദ് ഗോത്രക്കാരെയും സമൂദ് ഗോത്രക്കാരെയും നശിപ്പിച്ച ടൈമിൽ തിരൂരങ്ങാടി അള്ള കണ്ടിട്ടില്ലേ? അള്ളഹാനോട് ചോദിച്ചാ കണ്ടിട്ടില്ല, അത് നശിപ്പിച്ചൂടേനോ? എന്താണ് ഇപ്പൊ ഈ പറയുന്നത് ഈ മനുഷ്യൻ തമ്പുരാനെ? ഇതാണ് അവരിലുള്ള നല്ല ഗാനം, നല്ലതാണ്. അതിനെ പറ്റി ഞാൻ എതിർപ്പ് പറയുന്നില്ല. ഗാനം നല്ല സാധനം തന്നെയാണ്. പക്ഷേ അത് എന്തൊരു വൃത്തികെട്ട ശൂന്യ, പഴയ ആളുകളെ ഭാഷയിൽ പറഞ്ഞാല് ശൂന്യം പിടിച്ച മഹാന്മാരെ നേരെ അമ്പ് അർപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന വരികളാണ് അയാൾക്കുള്ളത് മുഴുവനും. അല്ലോ, അയാളെ സംബന്ധിച്ച് എന്ത് മതാ പാടിയെന്ന് പറയാം. നമുക്ക് പാടാൻ പാടില്ലല്ലോ, നമുക്ക് മൗലിദ് ഓതാൻ പാടില്ല. അയാളെ പറ്റി മൗലിദ് ഓതിയത് എന്താ? അയാളെ മരിച്ചിട്ട് വേറെ ഒരുത്തം പാടിയത് എന്താ? വക്കൈനാതൂല അയ്യാമി അലാദിൽ ജാഹി മിക്റാമി അലാ പീവി അബി ലൈല കരീമിൽ ഖൗമി ഖദ്ദാമി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. ഒന്ന് ചൊല്ലിക്കാണ്. ഇത് മൗലിദല്ലേ? സലാത്തുള്ള പോവാൻ ട്യൂണിലുള്ള മൗലിദല്ലേ? ഇതിപ്പോ അബൂ ലൈലനെ പറ്റി പാടി, ഇതെങ്ങാനും റസൂലുള്ളാഹിനെ പറ്റി പാടി അപ്പ ശിർക്കായി. ഞാൻ സ്വലാത്തുള്ള ചെല്ലിപ്പിച്ചത് അതിനു വേണ്ടി ചെല്ലിപ്പിച്ചതല്ല, അത് ചൊല്ലിയതിന് അള്ളാഹു പുറത്തു തരാൻ വേണ്ടി ചെല്ലിപ്പിച്ചതാണ്.
ബക്കൈന തൂല അയ്യാമി, ഉറങ്ങാതെ നാം കരയുകയാണ്. അലാദിൽ ജാഹി മിക്റാമി, വലിയ ബഹുമാനമുള്ളതായ മഹത്വപ്പെട്ട മഹാന്റെ പേരിൽ കരയുകയാണ്. അലാ പി വി അബീലയില, തൊട്ടുമുമ്പ് പാടിയാണ്ടല്ലോ അയാളെ പറ്റി അബൂലയില എന്ന് പറഞ്ഞു. പി വി അബൂലയിലയെ പറ്റി പാടി അല്ല കരഞ്ഞു, അവർക്ക് വേണ്ടി കരഞ്ഞു. കരീമിൽ അങ്ങനെയാണ്, ലാ പി വി അബീലയില കരീമിൽ ഖൗമി ഖദ്ദാമി. ദീനിന് വലിയ സേവനം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. അവന് വേണ്ടി കരഞ്ഞതാണ്. ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ അതിലേക്ക് കടന്ന അങ്ങനെ നീണ്ടുപോകും. നമ്മള് മൗലിദ് ഓതിയാ പ്രശ്നം, നമ്മളെ മൗലിദ് ഓതിയാല ഒരു പ്രശ്നവുമില്ല. മുത്തുനബിന്റെ മൗലിദ് ഓതരുത്, ജീലാനി തങ്ങൾ ഓതരുത്. അബൂലൈലൻ്റെത് എത്രയോ ഓതാ. അബൂലൈലൻ്റെതും കെ എം മൗലവിന്റെ ഒക്കെ മൗലിദിന്റെ അടുത്ത് കുറേ ഉണ്ട്. അവരെഴുതിയത് ഒക്കെ നമ്മളെ സ്വലാത്തു തസ്ലീം ട്യൂണിലാണ്, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന മൗലിദിന്റെ ട്യൂണിലാണുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് അറബിയെ ഗ്രാമർ പോലും വേണ്ട പോലെ അതിൻ്റെ ആഴം പോയിട്ട് അതിൻ്റെ തൊട്ടരികിൽ പോലും നിൽക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ഈ കമ്പനി ഉള്ളത്. അറബിയിൽ വലിയ സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ്. ഒരു ബസ്സിൽ നിന്ന് ഞാൻ ആ ബസ്സിൽ കയറിയപ്പോൾ മഗ്‌രിബ് കയറ്റിയാണ് പെട്ടെന്ന് കയറിയത്. ഞാൻ കുണ്ടോട്ടി മുദരിസാണ്, 32 കൊല്ലായി. അയാള് ഞാൻ നിസ്കാരം കഴിഞ്ഞാണ്ട് ഓടി വണ്ടിയിൽ വന്ന് കയറി. ആ വണ്ടി പോയാൽ പിന്നെ കുറെ വൈകുന്നേരം വണ്ടി കിട്ടാൻ. അങ്ങനെ വണ്ടിയിലിരുന്ന് ഞാൻ കുറച്ച് ചൊല്ലി പറഞ്ഞ് എനിക്ക് സുന്നത്ത് നിസ്കരിക്കണം, ഒന്നും ചെയ്തിട്ടില്ല. അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ഇയാള് മന്നെന്താ ഒന്നെന്താ എന്ന് വെച്ചിട്ട് അറബിയിൽ എന്നോട് ഇങ്ങനെ ചോദിക്കുക ആരാണ് ഇത് ഏതാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് അതിന് ചുരുക്കി പറഞ്ഞു ഞാനിങ്ങനെ ഒരു മൂല്യരാണ് കാരണം എനിക്കിൻ്റെ പണിയുണ്ട്, കുറച്ച് ചൊല്ലാണ്ട്. അത് ചൊല്ലിന മുമ്പ് ഇത് കൊന്താകുന്ന പറഞ്ഞാണ് എനിക്ക് നേരില്ല. പിന്നെ അയാൾ മനുഷ്യന്റെ നേർക്ക് തിരിയന്നെ. മശൂലുക്, എന്റെ ജോലി എന്താണ്? മാമലുക്, എന്റെ ജോലി എന്താണ്? അല്ലന്ത ആലിം, നീ ഇൽമുള്ള ആളാണോ? ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറേ പറഞ്ഞപ്പോ ഞാൻ അതിനൊക്കെ മറുപടി അറിഞ്ഞത് മലയാളത്തിലാണ്, അറബിയിലല്ല. പക്ഷെ എനിക്കത് മനസ്സിലാണ്ടല്ലോ. എന്ന് മനസ്സിലാവുന്ന ആളല്ലെങ്കിൽ പറയാൻ അയാൾക്കൊരു ബുദ്ധിയില്ലാത്തവനല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ എന്റെ ദിക്കറൊക്കെ അവിടെ നിർത്തിവെച്ച് ഇയാളായിട്ട് സംസാരിക്കുക. ഇയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം, അയാളുടെ ആ മുഖം തന്നെ ഏതൊരു വഹാബിന്റെ മുഖം കണ്ടാലും അത് വഹാബിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. സുന്നിന്റെ മുഖം കണ്ടാൽ സുന്നിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതൊരു ദിവ്യശക്തിയല്ല, അത് അത്രയും വെളിവാക്കപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അയാള് വഹാബിയാന്ന് എനിക്കറിയാം. അയാൾ എന്നോട് ചോദിച്ച നീ എവിടെയാണ്? ഞാനിങ്ങനെ കൊണ്ടോട്ടിയിലൊരു ദർസാണ്. നീ എന്തൊക്കെ അവിടെ ദർശെടുത്തുന്നത്? പിന്നെ മൂപ്പർക്ക് അത് കിട്ടണം. അപ്പൊ ഞാൻ അവിടെ നടക്കുന്ന വലിയ വലിയ കിതാബ് മാത്രം പറഞ്ഞു, ചെറിയ കിതാബൊന്നും പറഞ്ഞില്ല. അത്തക്കബുറു ലിത്തക്കബുരി സദക്ക എന്ന് പറഞ്ഞാൽ കിബിറിന് കിബിർ സദക്കയാണെന്ന് പറഞ്ഞാൽ അലിയിൽ തങ്ങൾ പാപ്പനോട് പറഞ്ഞെന്നാ. കിബിറിന് സദക്ക എന്ന് ബൈത്താനി ഉസ്താദ് പറഞ്ഞതാണ് കലീൽ തങ്ങൾ പാപ്പാനോട്. ഞാനത് പിന്നെ കണ്ടും ചെയ്ത്. അതിനർത്ഥം അങ്ങനെ പരസ്യമായി തക്കബൂർ എന്ന് വെക്കരുത് കേട്ടോ. തക്കബൂറിനെ പ്രതികരിക്കുന്നതിന് അർത്ഥം വെക്കണം. ആ തക്കബുറുലി തക്കബുരിക്ക്, അല്ലാതെ കിബിർ ഒരിക്കലും അനുവദിക്കപ്പെട്ടതല്ല. അപ്പൊ ഞാൻ വലിയ കിതാബുകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നോട് തന്നെ എനിക്ക് ഖുതുബുണ്ടോ? ഖുതുബ ഞാൻ ഓതാറുണ്ട്. നീ നൈമിഷിക ഖുതുബയാണോ ഓതുക, അതല്ല നീ നുബാത്തി ഖുതുബ നോക്കിയാണോ ഓതുക? എനിക്കത് തീരെ പറ്റിയില്ല. കാരണം നമ്മളെ ഉസ്താദുമാര് അറബിയിൽ ആഴമേറിയ കഴിവുള്ള നമ്മുടെ 100 കണക്കിന് ഉസ്താദുമാർ ഓതിയ ഖുതുബയാണ് നുബാത്തി ഖുതുബ. അവർ നോക്കിയാണ് ഓതിയത്. കാണാതെ ഓതലൊക്കെ പഠിച്ചു തുടങ്ങിയതാ. അതിന് വലിയ പവർ കിട്ടലും പഠിച്ചു തുടങ്ങിയതാ. ഒരു ഇബാദത്തായിട്ട് ചെയ്തു പോന്നിരുന്ന ഒരു കർമ്മത്തെ അതേപോലെ പാരമ്പര്യമായി ആ ഏടിൽ നോക്കിയാണ് ഓതിയിരുന്നത്. ഏടിൽ നോക്കാതെ ഓതിയാൽ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ ഉസ്താദുമാരുടെ പാരമ്പര്യം. അവർക്കെല്ലാം ശരിക്കും അറബിയിൽ സംസാരിക്കാനും അവരെ രചിച്ച ഗ്രന്ഥങ്ങൾ വായിക്കാനും പോലും വഹാബിക്ക് കഴിയില്ല.
അപ്പൊ അറബിയിൽ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, എനിക്കത് തീരെ പറ്റിയില്ല ആ ചോദ്യം. നീ നോക്കിയാണോ ഓതല്, നോക്കാതെയാണോ ഓതല്? അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയോ ഓതാൻ, നോക്കിയാണ് ഞാൻ ഓതാറുള്ളത്, നോക്കാതെ എനിക്ക് ഓതാൻ കഴിയുന്ന. എന്നിട്ട് ഞാൻ പറഞ്ഞ അയാളോട്, ഇയാളെ സംസാരം നിർത്തി കിട്ടുമാണല്ലോ, നീ എന്നോട് കവിതയിലൂടെ സംസാരിക്കുക, ഞാൻ കവിതയിലൂടെ മറുപടി പറയുന്നത്. കഴിഞ്ഞ് വർത്താനം നിർന്ന് അതോടുകൂടെ അവിടെ ബ്രേക്ക് ഇട്ട് അല്ലേ, അതോടുകൂടെ കഴിഞ്ഞ് സംസാരം. നീ എന്നോട് കവിതയിലൂടെ സംസാരിക്കും, ഞാൻ കവിതയിലൂടെ മറുപടി പറയും എന്ന് പറഞ്ഞതോടുകൂടെ സുബ്ഹാനല്ലാഹ്, അയാൾ പറയണം സുബ്ഹാനല്ലാഹ് ബറക്കല്ലാഹു യാ ഷെയ്ഖ്, ഷെയ്ഖെ ബർക്കത്ത് ചെയ്യട്ടെ, എനിക്ക് അള്ളാഹു അങ്ങോട്ടാകട്ടെ അങ്ങോട്ടാകട്ടെ. പിന്നെ എനിക്കുള്ള ദ്വാ പരിപാടിയായി മാറി. കാരണം കവിതയിലൂടെ ഒരു വരി പാടാൻ എനിക്ക് കഴിയില്ല, എനിക്കറിയാം. ഞാൻ കവിയായതുകൊണ്ടൊന്നല്ല, പക്ഷെ എന്നെ കവിതയിൽ കളിക്കാൻ വന്നാൽ ഞാനും കളിക്കും. ഭാഷയിൽ ഒരു കഴിവുമില്ലാത്തൊരു കമ്പനിയാണിത്. ഇതൊന്നും തീരെ ഇഷ്ടമുണ്ടാവില്ല പറയുന്നത്. ഗടപട പടപട പടപടപട അങ്ങനെ അറബിയിൽ പ്രസംഗിച്ചതുകൊണ്ടൊന്നും അറബിയുടെ ദൗക്ക് ഉണ്ടാവുകയില്ല. കിതാബിന്റെ ദൗക്ക് വേണമെങ്കിൽ ഉസ്താദുമാരിന്ന് ഓതിപ്പടിച്ചവനെ പള്ളി ദർസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജുകളിൽ നിന്നോ ഓതിപ്പടിച്ചവർക്കാണ് അറബിയുടെ ദൗക്ക് അനുഭവം ഉണ്ടാവുക. അല്ലെങ്കിൽ അതിന്റെ പച്ച, അതിന്റെ പിഷർ, അതിന്റെ തൊലി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഞാൻ ഖിലാത്ത് എന്ന് പറയുന്ന പദം മങ്കൂസ് മൗലിദിൽ വന്നപ്പോൾ അത് സമ്മാന വസ്ത്രം എന്നാണ് അർത്ഥം. അത് ഊരിക്കൊണ്ട് ദേഹത്തിട്ടതിനെ ഊരി മറ്റൊരാളിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ള, ദേഹത്തിടുന്നത് രാജാക്കന്മാർ ദേഹത്തിടുന്നത് വളരെ പവറുള്ളതായിരിക്കും. മുത്തുനബിയുടെ ഷാൾ അതെന്തൊരു പവറുള്ളതാണ്, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോ യഖ്ലൗ അലൈഹിം എന്ന് പറഞ്ഞാല് തുണിയും കഴിച്ചിട്ട് അയാളെ ആളുകളുടെയും നൃത്തം വെക്കുന്നു. അങ്ങനത്തെ രാജാവിനെ പറ്റി ഇവരുടെ നേതാവ് എന്താ പറഞ്ഞത്? അൽ ആലിമു, ആലിമാണ് അയാള്. അൽ ആദിലു, നീതിമാനാണ് അയാള്. അൽ അശ്ശുജാഉ, ധീരനാണ് അയാള്. ഈ തുണി വെച്ചിട്ട് ചാടുന്ന ആളെ ഇവരെ നേതാവ് പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു കസീർ നിങ്ങളെ നേതാവല്ലേ? ഈ ഇരിക്കുന്ന ആൾക്കാർക്കല്ല കേട്ടോ, അതിരിക്കട്ടെ, അത് പറഞ്ഞാൽ അങ്ങ് അകന്നു പോകും. ഭംഗിയുടെ സമ്മാന വസ്ത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ധരിപ്പിച്ചു. അല്ലാഹുവിന്റെ അല്ലത്തി എങ്ങനത്തെ വസ്ത്രമാണ്, എങ്ങനത്തെ സമ്മാന വസ്ത്രമാണ്. ലം യുൽബിസ്ഹ, ആ വസ്ത്രത്തെ അല്ലാഹു തആല ധരിപ്പിച്ചിട്ടില്ല, അതിന്റെ മിഥിലിനെ ധരിപ്പിച്ചിട്ടില്ല, അതിനോട് തുല്യമായതിനെ ധരിപ്പിച്ചിട്ടില്ല. അഹദൻ, ലോകത്ത് ആർക്കും ആ ഭംഗി അല്ലാഹു കൊടുത്തിട്ടില്ല. ലോകത്ത് ആർക്കും കൊടുക്കാത്ത ഭംഗിയാണ് റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല കൊടുത്തത്. ചരിത്രകാരൻ സ്വഹാബാക്കൾ മുഴുവൻ ഒത്തു സമ്മതിക്കുന്ന കാര്യമാണ് നാം ഇന്നലെ പറഞ്ഞതുപോലെ. ലം നറ മിസ്ലഹു ഖബ്ലു വ ബഅദഹു. ഇത് ഒരു സഹാബി ഒന്നല്ല പറയുന്നത്, എല്ലാ സ്വഹാബാക്കളുടെ റിപ്പോർട്ടിൽ കാണാം. മുത്തുനബിയുടെ ഭംഗിയെ ഉദ്ധരിച്ച സ്വഹാബികൾ ആരുണ്ടോ അവരെല്ലാവരും ഒത്തു സമ്മതിച്ച് പറഞ്ഞ കാര്യമാണ്. മുത്തുനബിയെ പോലത്തെ ഒരാളെ ലോകം കണ്ടിട്ടുണ്ടാവുകയില്ല, ഇനി കാണുമെന്ന് പ്രതീക്ഷയുമില്ല. വഹ്സന മിൻ വഅജ്മല മിൻക ലം തലിദിൻ വഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. മുത്തുനബിന്റെ കവിമാരിൽപ്പെട്ട പ്രധാനിയാണ് മഹാനായ സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എത്രയാണ് മുത്തുനബിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുപാടിയിട്ടുള്ളത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയ വരിയിൽ കാണാം റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി, അല്ലെങ്കിൽ വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി
അഹ്സന മിങ്ക തങ്ങളെ കാണെ തങ്ങളോടൊത്തതായ ആളെ ലം തറഖത്തു ഐനി എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല, ഒരാളുടെ കണ്ണും കണ്ടിട്ടില്ല തങ്ങളോട് ഒത്തതായ ഒരാളെ. വജ്മല മിങ്കലം തലിദിൻ നിസാഉ തങ്ങളോടൊത്തൊരു മനുഷ്യനെ അല്ലാഹു തആല പടച്ചിട്ടില്ല. ഖുലിഖത മുബറഅം മിൻ കുല്ലി ഐബിൻ ശരീരത്തിന്റെ ഏത് ഭാഗമുണ്ടോ ആ ഭാഗത്തിന് മുഴുവനും എല്ലാ പൂർണ്ണതയോടുകൂടെയാണ് തങ്ങളെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ തങ്ങൾ ഉദ്ദേശിച്ച പോലെ തങ്ങൾ അല്ലാഹു പടച്ചതുപോലെ ഇരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിനെ പറ്റി സഹാബത്ത് വിശദീകരിക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിയെ പറ്റി വിശദീകരിക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോകും. കവിൾത്തടത്തെ പറ്റി വിശദീകരിക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോകും. ചുണ്ടിനെ പറ്റി വിശദീകരിക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോകും. റസൂലുള്ളാഹിന്റെ അങ്കുലങ്ങൾ കൈവിരലുകളെ പറ്റി പോലും സഹാബത്ത് സംസാരിച്ചിട്ടുണ്ട്. ശരീരപ്രകൃതിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. കാലിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. കാൽവിരലുകളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ശരീരത്തിൽ ബാഹ്യമായ അംഗങ്ങളെ പറ്റി മുഴുവനും സഹാബത്ത് സംസാരിച്ചിട്ടുണ്ട്. അതേത് കേട്ടാലും ആശ്ചര്യപ്പെടാത്തവരില്ല. അതല്ലേ അവിടുത്തെ ഭാര്യയായ ആയിഷത്തു സിദ്ദീഖ ആയിഷത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വലൗ സമിഉ ഫീ മിസ്റ ഔസാഫ ഖദ്ദിഹി ലമാ ബാദലു ഫീ സൗമി യൂസുഫ മിൻ നഖദി ലവമാ സലിഖാലു റഅയ്നാ ജബീനഹു ലാതർന ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ അയ്ദി. ഈജിപ്തിൽ ഒരു കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന വലിയ മഹാനെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തി. അടിമയാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തി. ആര് വില പറഞ്ഞിട്ട് ഒത്തില്ല. അവസാനം ആ നാട്ടിലെ രാജാവിന്റെ വിലയിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വാങ്ങാൻ കഴിഞ്ഞത്. അത്രയും അവർ വലിയ വില പറഞ്ഞു. അങ്ങനെ മേലായി വില പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അവസാനം രാജാവിനെ കൊള്ളാൻ കഴിഞ്ഞുള്ളൂ. അസീസ് രാജനാണ് കൊണ്ടത്. അത്രയും കാശ് കൊടുത്തുകൊണ്ട് അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വാങ്ങി. ഓരോ സമയവും ഫീ മിസ്റ ഔസാഫ ഖദ്ദിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിൾത്തടം മാത്രം ഈജിപ്തുകാർ കാണുകയാണെങ്കിൽ, അക്കാലത്ത് ഈജിപ്തുകാർ കാണുകയാണെങ്കിൽ ലമാ ബദലു ഫീ സൗമി യൂസുഫ മിൻ നഖദി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വില പറഞ്ഞ് ലേലം ചെയ്യുന്നതിനാണല്ലോ സൗമ് എന്ന് പറയുക. വില പറഞ്ഞ് പിന്നെ അതിന്റെ മുകളിൽ വില പറയുക. അങ്ങനെ വില പറഞ്ഞ് അവർ വാങ്ങാൻ തയ്യാറാകില്ലായിരുന്നു. മിൻ നഖദിൻ ഒരു നാണയം പോലും കൊടുക്കാൻ തയ്യാറാവില്ലായിരുന്നു. കാരണം അതിനെ എത്രയോ വെല്ലുന്ന കവിളാണ് മുത്തുനബിക്കുള്ളത്. അവർ കാണാത്ത ഭംഗി കണ്ടപ്പോഴാണ് അവർ ആ വില പറഞ്ഞത്. മാത്രമല്ല ലവാമ സലീഖ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന മഹദി, ആ മഹദി ആക്ഷേപിച്ച ഈജിപ്തിലെ സ്ത്രീകൾ, അത് നീണ്ട ചരിത്രമാണ്. വിശുദ്ധ ഖുർആൻ അത് വിശദമായി പറയുന്നുണ്ട്. ആ സ്ത്രീകൾ ലൗ റഅയ്ന ജബീനഹു നബി തങ്ങളുടെ നെറ്റിത്തടം അവർ കാണുകയാണെങ്കിൽ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അവരുടെ കയ്യിലുള്ള എന്താണ് മുത്തക്ക, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് മുത്തക്ക എന്ന് പറഞ്ഞാല് ചില ഇമാമിയങ്ങൾ പറഞ്ഞ് ഖിസ്സാ എന്ന് പറഞ്ഞാല് കക്കരിക്ക. പിന്നെ ഉത്തുറുജ്. ഈ രണ്ടഭിപ്രായമാണ് ജലാലൈനി എന്ന തഫ്സീറിൽ അതിന് കൊടുത്തത്. അധിക ഇമാമിയങ്ങളും അത് തന്നെയാണ് കൊടുത്തത്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഉത്തുറുജ് എന്ന് പറഞ്ഞാൽ വള്ളി നാരങ്ങ അല്ലെങ്കിൽ മാതോളി നാരങ്ങ.
വള്ളി നാരങ്ങ എന്ന് പറയുന്ന ഒരു നാരങ്ങയുണ്ട്. അത് മരമാണെങ്കിലും അത് വള്ളിയായി ഭൂമിയിൽ കിടക്കുന്നതാണ്, വള്ളി പോലെ കിടക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ തിന്നിട്ടില്ല. പക്ഷെ അത് ആളുകൾ അതിന് പുളിയായിട്ടാണ് പറയാറുള്ളത്, മധുരമുള്ളതായി പറയാറില്ല. കാരണം പുളി അത് കഠിനമായ പുളിയാണ് ആ നാരങ്ങക്ക്. വള്ളി നാരങ്ങ എന്നും ചിലർ ഉരുണ്ട ഒരു നാരങ്ങ ഉണ്ട്, അതിന് മാതോളി നാരങ്ങ എന്ന് പറയുന്നത്. അത് മാതോളി നാരങ്ങല്ല, അത് മത്ത നാരങ്ങയാണ്. മത്ത നാരങ്ങ എല്ലാത്തിനും പേര് വന്നിടുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരേ പേരിടുന്നവരുണ്ട്. വിഷയം മാറി പോകുന്നുണ്ട്. ഉത്തുറുജി എന്ന് പറഞ്ഞാൽ വള്ളി നാരങ്ങ, അത് വളരെ പുളിയുള്ള ഒരു നാരങ്ങയാണ്. അതുകൊണ്ട് അതിനെ അച്ചാറിടാനേ ആളുകൾ ഉപയോഗിക്കുള്ളൂ. അത് പഴുക്കുന്നത് വരെ അതിനെ കാത്തു നിൽക്കാൻ ആളുകൾക്ക് കഴിയില്ല. എന്താണെന്നറിയില്ല. ഷെയ്ഖുന ഓക്കെ ഉസ്താദിൽ നിന്ന് കേട്ടതാണ് ഞാൻ ഈ പറയുന്നത്. ഓർ പറയുന്നു ആ നാരങ്ങ അതിന് 7 പഴുപ്പുണ്ട്. 7 പഴുപ്പിൽ 7 കളർ വരും അതിലേക്ക്. ഞാൻ അവരെ ക്ലാസ്സിൽ നിന്ന് കേട്ടതാണ്. ആ കളറ് വന്നാൽ 7ാമത്തെ പഴുപ്പ് എത്തിയാൽ അതിൻ്റെ കൈ, നമ്മുടെ കൈ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ അത് പൊട്ടി കൈയിലേക്ക് ഇങ്ങോട്ട് പോരും. പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പറഞ്ഞിട്ട് പറയാണ്, ഒരാള് അയാളെ വീട്ടിൽ മാതോളി നാരങ്ങ ഉണ്ടായിരുന്നു. മാതള നാരങ്ങ അല്ല കേട്ടോ, വേറെ മാതള നാരങ്ങ വേറെ, മാതോളി നാരങ്ങ വേറെ, മത്ത നാരങ്ങ വേറെ, നാരങ്ങ വേറെ, മുസമ്പി വേറെ. ഇതൊക്കെ കൂടി ഒന്നാക്കിയിട്ട് കുട്ടിച്ചോറച്ചാൽ തർക്കടമൊന്നുമില്ല. പക്ഷേ വിഷയം തെറ്റാവുന്നുള്ളൂ. ചില മരുന്നിനും ഔഷധത്തിനും ഉപയോഗിക്കാനും മാതള നാരങ്ങ വേണമെന്ന് തന്നെ മറ്റേ കൊണ്ട് കൊടുത്താൽ മതിയാവും. അപ്പോ ഉസ്താദ് പറയാണ്, ഒരു മൗലവി ഒരാള് ഇങ്ങനെ ആറ്റുനോറ്റ് ഒരു നാരങ്ങ സൂക്ഷിച്ചു. അയാളെ വീട്ടിലെ വള്ളി നാരങ്ങയെ അങ്ങനെ സൂക്ഷിച്ച് അയാള് 7 പഴുപ്പ് അത് അനുഭവിച്ചു. എന്നിട്ട് അയാള് അത് എടുത്ത് അത് മുറിച്ച് കുടുംബത്തിന് അദ്ദേഹം കഴിച്ച സംഭവം വന്ന് പറയാത്രേ. അയാൾ പറയാത്രേ, അങ്ങനെ ഒരു നാരങ്ങ ഉസ്താദെ അത് രാജാക്കന്മാരെ വീട്ടിലല്ലാതെ അത് തിന്നാൻ പറ്റൂല. അയാൾ പറഞ്ഞ വാക്കാണെന്ന്. അത്രയും രുചിയുള്ളതാണ്. അഥവാ അതിനായി രാജാക്കന്മാർ കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ്, സൽക്കാരത്തിന് കൃഷി ചെയ്യുന്ന സാധനമാണ് വള്ളി നാരങ്ങ. അത് കൃഷി ചെയ്തുണ്ടാക്കി സൽക്കാരം സംഘടിപ്പിച്ചതാണ് ദലീഹ എന്ന രാജ്ഞി. അതാണ് കയ്യിൽ കൊടുത്ത മുത്തക്ക. കയ്യില് ഒരു കത്തിയും കൊടുത്തു ചിലരുടെ എല്ലാം. എന്നിട്ട് അതിന്റെ ഇടയിലൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കടത്തിവിട്ടു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുൻ വഖുൽനാ ഹാശ ലില്ലാഹി മാ ഹാദാ ബശറൻ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. അങ്ങനെ തന്നെയല്ലേ മോനെ? അതെ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടതോടുകൂടെ കയ്യിലുള്ള മൂർച്ചയേറിയ കത്തി അവർ മറന്നുപോയി. ചില പെണ്ണുങ്ങളൊക്കെ മറന്നുപോയി. മുജബുലി അല്ലല്ലോ, റായിനഹു ഖത്തഅന എന്നൊക്കെ പറഞ്ഞ മുജബ ജുസിയാണ്. ആ സ്ത്രീകൾ മറന്നുപോയി. അതുകൊണ്ട് തന്നെ അറിയാതെ അവർ പലരുടെയും കൈ അറ്റുപോയി. ഈ കൊല്ലത്തേര ഭാഷ പറഞ്ഞ കൈ മുറിഞ്ഞുപോയി. അറ്റുപോയാൽ തന്നെ അവർ അറിയും മുറിഞ്ഞിന്നറിയും. 2 കഷ്ണായാലും നമ്മുടെ നാട്ടിൽ മുറിഞ്ഞിന്നറിയും. കൊല്ലത്തേര് ബ്ലേഡ് തട്ടി കൈ മുറിഞ്ഞ് പമ്പുറത്ത് വല്ല നിങ്ങൾ പാപ്പ എവിടെ നോക്കുമ്പോൾ ചെറിയൊരു ബ്ലേഡൊന്നും ഉമ്മ വെച്ചിട്ടുള്ളൂ. അതുപോലെ മുറിഞ്ഞുപോയി. കൊല്ലത്തേരങ്ങനെ. നമ്മളെ ഈ ഭാഗത്തെത്തുമ്പോഴത്തേന് അത്ര ചെറുതായി വരുന്നുണ്ട്. വാങ്ങോടുത്തോളി. അർത്ഥം പറയാൻ നേരല്ലേ അല്ലേ? പോത്തിന് ബാങ്കായി. مرحبا للقائل أدلى مرحبا بالصلاة
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمد رسول الله. مرحبا بأبي بقرتنا من الناس. أشهد أن محمد رسول الله. مرحبا بأبي بقرتنا من الناس. حي على الصلاة لا حول ولا قوة إلا بالله. حي على الفلاح. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. الله أكبر الله أكبر. لا إله إلا الله. لا إله إلا الله محمد رسول الله. اللهم صل على سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة محمد رسول الله والدرجة الرفيعة وبعث مقام محمود الذي وعدت وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. അപ്പോൾ അങ്ങനെ രാജാക്കന്മാർ കൃഷി ചെയ്ത് സൽക്കാരത്തിനായി തയ്യാറാക്കുന്ന ഒരിനം നാരങ്ങയാണ് ഉത്തുറുജ്. അത് പുളി നാരങ്ങയോ പുർത്തുക്കാലോ അല്ലെങ്കിൽ മുസംബിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ നാരങ്ങ എന്ന് പറയുന്ന സാധനോ മത്താരങ്ങയോ ഒന്നുമല്ല. അതിന് വള്ളി നാരങ്ങ എന്നും പറയും, അല്ലെങ്കിൽ മാതോളി നാരങ്ങ എന്നും പറയും. ഇതിനെതിരെ തെറ്റിദ്ധരിച്ച പലരുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഖുർആൻ ചർച്ച ചെയ്ത ഒരു വിഷയം ഇത് പറഞ്ഞിട്ട് പറയാം. കക്കരിക്ക എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറയാം, രാജാക്കന്മാരുടെ പേരിൽ പൂളക്കേങ്ങൊന്നും സൽക്കാരത്തിന് കൊടുക്കൂലടോ. കക്കരിക്ക പൂളക്കേ അത് അതിനത്യ സാധനം അവർ കൊടുക്കുള്ളൂ എന്ന് ഉസ്താവ് പറഞ്ഞ. പൂളക്കേങ്ങ് കൊടുക്കൂല എന്നാ കക്കരിക്ക കൊടുത്തു തന്നെ പറഞ്ഞു. അല്ലെങ്കിലും കക്കരിക്ക ഒരു സൽക്കാര സാധനമായിട്ട് ആരെങ്കിലും കൂട്ടലില്ല. സൽക്കാരൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ചിലപ്പോൾ തിന്നാനൊക്കെ ഉപയോഗിക്കുന്നല്ലാണ്ട് സൽക്കാര സാധനം കക്കരിക്ക ആക്കിയാലേ നല്ല മട്ടുണ്ടാവും. രാജകുടുംബത്തിലൊന്നും അങ്ങനെ ചെയ്യൂല എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ അന്ന് സലീഹ സൽക്കാരം നടത്തിയ സ്ത്രീകൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ അവരുടെ കൈ അറ്റുപോയെങ്കിൽ, ചിലരുടെ എങ്കിലൊക്കെ കൈ അറ്റുപോയെങ്കിൽ അവർ മുത്തുനബിയുടെ നെറ്റിത്തടം കാണുകയായിരുന്നെങ്കിൽ, മുത്തുനബിയെ കാണേണ്ട നെറ്റിത്തടം കണ്ടാൽ തന്നെ അവർക്ക് എന്തോ ജീവഹാനി സംഭവിച്ചു പോകുമായിരുന്നു. അത്രയും ഭംഗിയുള്ള, അത്രയും ശോഭയുള്ള മുഖമാണ്, ശരീരമാണ് റസൂലുള്ളാഹി തങ്ങളുടെ മുഖവും ശരീരവും. ചന്ദ്രനുള്ള ഒരു ഇൽഹിയാൻ രാത്രിയിൽ മുത്തുനബിയെ ഞാൻ മുഖത്തേക്ക് നോക്കി. ഒരു സ്വഹാബി പറയുകയാണ്, ഞാൻ ചന്ദ്രനിലേക്ക് നോക്കും, മുത്തുനബിന്റെ മുഖത്തേക്ക് നോക്കും, ചന്ദ്രനിലേക്ക് നോക്കും, മുത്തുനബിന്റെ മുഖത്തേക്ക് നോക്കും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ് എനിക്ക് ചന്ദ്രന്റെ പ്രകാശത്തെക്കാൾ ഭംഗിയായി തോന്നിയത്, മനസ്സിലായത് എന്ന് ആ സ്വഹാബി പറയും. സ്വഹാബത്ത് മുഴുവൻ ഒത്തു സമ്മതിച്ച വിഷയമാണ്. ചില സ്വഹാബികൾ നിസ്കാരത്തിൽ വലതുഭാഗത്ത് തന്നെ വന്നിരിക്കും. എന്തുകൊണ്ട്? അവർ പറയാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ കാണാം, സഹീഹ് ഹദീസാണ്, റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിയുന്നത് എനിക്ക് മുഖത്ത് നോക്കാൻ സൗകര്യത്തിലായിരിക്കണം എന്ന നിലക്ക് ഞാൻ ആ വലതുഭാഗത്ത് തന്നെ പോയിരിക്കും. അപ്പൊ തങ്ങൾ തിരിയുന്നത് എങ്ങനെയായിരിക്കും? നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് തിരിയൽ എങ്ങനെയാ? വലഭാഗം മൗമൂമികളിലേക്കും ഇടഭാഗം ഖിബലയിലേക്കും ആയിട്ടല്ലേ. അപ്പൊ മുഖം കണ്ടിരിക്കാൻ വേണ്ടി ഒരൊറ്റ ആൾ ഒരു സദസ്സിൽ നിന്ന്, മുത്തുനബിയുടെ സദസ്സിൽ നിന്ന്
ബഹുമാനം കൊണ്ട് മാത്രമല്ല, ബഹുമാനം കൊണ്ടും അതോടുകൂടെ ഭംഗി കൊണ്ടും മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. എന്തൊരു മുഖം, എന്തൊരു ശൈലി, എന്തൊരു ചുണ്ട്, എല്ലാവർക്കും വർണ്ണിക്കാനുള്ള മുത്തുനബിയുടെ മഹത്തായ അംഫുസ് ഷരീഫ് മൂക്കിനെ പറ്റി വരെ സ്വഹാബത്ത് സംസാരിച്ചിട്ടുണ്ട്. മുഖത്തുള്ള ഏതൊരു അംഗത്തിന് കേടുണ്ടെങ്കിലും മുഖം ആകെ വൃത്തികേടാവും. ഇപ്പൊ ഇവിടെയൊക്കെ ഭംഗിയുണ്ട്, മൂക്ക് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞതാണെങ്കിൽ പോയി കാര്യം, ബിരിയാണിയിൽ മൂത്രിച്ച മാതിരിയായി. ഇത് എല്ലാ മുഖത്തുള്ള പുരികത്തിനെ പറ്റി സ്വഹാബത്ത് പറയുന്നത്. എന്തോ ഒരു ഉറക്കത്തിൽ കണ്ടവരും മുഴുവനും അങ്ങനെയാണ് പറയുന്നത്. എന്നോട് ഉറക്കത്തിൽ കണ്ട ഒരാൾ പറഞ്ഞ വാക്കാണ്, ഉസ്താദേ, നബി തങ്ങളെ കാണാത്തവനിക്ക് ഭംഗി എന്താണെന്ന് വിവക്ഷിക്കാൻ കഴിയുകയില്ല. ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ നബി തങ്ങളെ കാണണം. അള്ളാഹു ഉറക്കത്തെങ്കിലും കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. യഥാർത്ഥ ഭംഗിയോടുകൂടെ കാണുമ്പോഴാണ് മുത്തുനബി തങ്ങളെ ഭംഗിയാവുകട്ടോ. നബി തങ്ങളെ ഭംഗിയില്ലാതെ ഉറക്കത്തിൽ കാണാൻ കഴിയും. അതും ബർക്കത്തുള്ളതാണെങ്കിലും അതിന് വ്യാഖ്യാനമുണ്ട്. അങ്ങ് ആ കാഴ്ചയല്ല ഞാൻ പറയുന്നത്, ആ കാഴ്ചയും ബർക്കത്ത് തന്നെയാണ്. നബി തങ്ങളെ സാധാ മനുഷ്യനെ പോലെയും കാണാൻ, താടിയില്ലാതെ കാണാൻ, താടിയോടുകൂടെ കാണാൻ ഒക്കെ സാധ്യതയുണ്ടെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം സംഭവിക്കാമെന്ന് നബവി ഇമാം ശറഹുൽ മുസ്ലിമിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല സഹീഹി, ഇതാണ് ബലപ്പെട്ട അഭിപ്രായമെന്നും ഇമാം സഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു. നബിയുടെ യഥാർത്ഥ ഭംഗിയിൽ കാണുക, ആ രൂപത്തിൽ അല്ലാഹു തആല ഒരു വട്ടമെങ്കിലും കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.